ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ ആദർശ്. മക്കളെ, നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നാളത്തെ എക്സാമിന് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കേണ്ട മാത്സിലെ മുഴുവൻ ഫോർമുലകളുമാണ്. ഫസ്റ്റ് ചാപ്റ്ററിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഒരു ഫോർമുല പോലും ബൈഹാർട്ട് പഠിക്കേണ്ടതില്ല. ആകെ അറിയേണ്ട കാര്യം എങ്ങനെ ഇക്വേഷൻസ് സോൾവ് ചെയ്യാന്നുള്ളതാണ്. അത് ഇന്നത്തെ ലൈവില് അടിപൊളിയായിട്ട് ഞാൻ പറഞ്ഞു തരും. ഈ 5 സ്റ്റെപ്പുകളാണ് നമ്മുടെ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഉപയോഗിക്കാനുള്ളത്. ഈ 5 സ്റ്റെപ്പും ഞാൻ കൃത്യമായിട്ട് ഇന്നത്തെ ലൈവിൽ നിങ്ങൾക്ക് പറഞ്ഞു തരും. ഇന്നത്തെ ലൈവിൽ നമ്മൾ ആ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുള്ളതാണ്. അത് ഓൾറെഡി നിങ്ങൾക്ക് ക്ലിയർ ആയിരിക്കും. അപ്പോൾ ഇനി നമുക്ക് സെക്കൻഡ് ചാപ്റ്ററും ഫിഫ്ത്ത് ചാപ്റ്ററും കണക്ട് ചെയ്തിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ്. അതിൽ തന്നെ ഫിഫ്ത്ത് ചാപ്റ്ററിന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. സോ അതിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്: ഒന്ന് √2ന്റെ വാല്യൂ, √3ന്റെ വാല്യൂ, പിന്നെ 1 1 ഒരു ട്രയാങ്കിളിന്റെ രണ്ട് സൈഡ്സ് 1ഉം ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണെങ്കിൽ, മട്ടത്രികോണം ആണെങ്കിൽ 1 1 √2 ഇതിന്റെ സൈഡ്. അതുപോലെ ഇത് ഇനി ഇവിടെ ഇങ്ങനെ 1 വരികയാണ്. ഈ ആംഗിൾ 90 ഡിഗ്രി, ഈ ആംഗിൾ 90 ഡിഗ്രി, ഈ ആംഗിൾ 90 ഡിഗ്രി. ഈ സൈഡ് എത്രയായിരിക്കും അറിയോ? ഈ സൈഡ് നിങ്ങൾക്ക് കാണാം √4. ഇങ്ങനെ ഒരു ഫിഗർ നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാറുള്ളതാണ്. അപ്പോൾ പഠിച്ചു വെച്ചോ. ഇനി എല്ലാവരും ശ്രദ്ധിച്ചോ, ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ സൈഡുകൾ ആംഗിളുകൾ 60 90 അതുപോലെ 30 ആണെങ്കിൽ, 30 60 90 ആണെങ്കിൽ മനസ്സിലാക്കിക്കേ, 30 60 90 ആണെങ്കിൽ 30ക്ക് ഓപ്പോസിറ്റുള്ള സൈഡ് ഇപ്പൊ നിങ്ങളോട് പറയാണ് 4 സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് 90ക്ക് ഓപ്പോസിറ്റുള്ള സൈഡ് കാണാൻ പറ്റും. 90ക്ക് ഓപ്പോസിറ്റുള്ള സൈഡ് 4ന്റെ ഡബിൾ എത്രയാണോ? 4ന്റെ ഡബിൾ 8 സെന്റിമീറ്റർ. എത്രയാണ്? 8 സെന്റിമീറ്റർ. അതേപോലെ 60ന് ഓപ്പോസിറ്റുള്ള സൈഡ് 4√3. ഈ ഒരു കാര്യം നമ്മൾ സിമിലർ ട്രയാങ്കിൾസുമായിട്ട് കണക്ട് ചെയ്തിട്ട് കൂടിയാണ് പറയുന്നത്. പക്ഷേ √3ന്റെ വാല്യൂ നമ്മൾ ഇവിടെ പഠിക്കുന്നത് നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്ററിലാണ്. പിന്നെ ഒരു സ്ക്വയറിന്റെ ഏരിയ 5 ആണെങ്കിൽ അതിന്റെ സൈഡ് √5. ആ ഒരു ഐഡിയയും പഠിച്ചു വെക്കണം. മൂവിങ് ടു ദ നെക്സ്റ്റ് സ്ലൈഡ്. മക്കളെ നോക്കിക്കോ, √2ഉം √3 കൂട്ടിക്കഴിഞ്ഞാൽ എന്തല്ല? √5 അല്ല. പക്ഷേ മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്കറിയാം √2 × √3 √6 ആണ്. √x × √y √(xy). അത് പഠിച്ചു വെക്കണം. പിന്നെ 1/√x മക്കൾ ശ്രദ്ധിച്ചോ, മുകളില് √x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, താഴെ √x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് കിട്ടും √x/x. ഓക്കെ, അതുപോലെ √x/√y, അതായത് ഡിവിഷൻ ചെയ്യുമ്പോ √x/√y ഈക്വൽ √(x/y) എന്ന് നിങ്ങൾക്ക് എഴുതി വെക്കാം. പിന്നെ ഒരു ഈ ട്രയാങ്കിൾ എല്ലാ സൈഡും എ ആണ്. എല്ലാ സൈഡും എ ആണെന്ന് പറഞ്ഞാൽ അതൊരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്. ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് √3/4a². ആ ഒരു ഫോർമുല പഠിച്ചിരിക്കണം. ഇനി സ്ക്വയറിന്റെ ഏരിയ x ആണെങ്കിൽ സൈഡ് √x ആണ്. ഇനി ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ ഇവിടെ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഞാൻ ഇതിനൊന്ന് മുകളിലേക്ക് യെസ്. ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിനകത്ത് നോക്കിക്കോ, അതിന്റെ പെർപെൻഡിക്കുലർ സൈഡ്സ് √x ഉം √y ആണെങ്കിൽ ഹൈപ്പോട്ടന്യൂസ് കർണം കണ്ടുപിടിക്കാൻ റൂട്ടിന്റെ ഉള്ളിലുള്ള നമ്പേഴ്സ് രണ്ടും കൂടെ കൂട്ടിയാൽ മതി. റൂട്ടിന്റെ ഉള്ളിലുള്ള നമ്പേഴ്സ് രണ്ടും കൂടെ കൂട്ടുക, എന്നിട്ട് റൂട്ട് ഇട്ട് കൊടുക്കുക. അതാണ് പരിപാടി. മൂവിങ് ടു ദ നെക്സ്റ്റ്. ഒരു ട്രയാങ്കിളിന്റെ സൈഡ് ABC ആണെങ്കിൽ അതിന്റെ സെമി പെരിമീറ്ററിന്റെ പകുതി കാണാം. എന്നിട്ട് നമുക്ക് ഏരിയ പരപ്പളവ് കാണാനുള്ള ഈ ഫോർമുല, ഇതിനെയാണ് ഹെറോൺസ് ഫോർമുല എന്ന് പറയാ. അത് പഠിച്ചിരിക്കണം. √(s × s - a × s - b × s - c). ഇതിങ്ങനെ വന്നു കഴിഞ്ഞാൽ മക്കളെ കൃത്യമായിട്ട് പഠിച്ചു വെച്ചോ, √x + √y. ശ്രദ്ധിച്ചേ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു ഐഡിയ പഠിച്ചിരിക്കണം. √x + √y × √x - √y ചെയ്താൽ x - y ക്ക് ഈക്വൽ ആണ്. സെയിം ഐഡിയ വെച്ചിട്ട് ഏരിയ കാണുമ്പോൾ നിങ്ങൾക്ക് കിട്ടും √2 + 1 × √2 - 1. ഇവിടെ +1 എന്ന് പറഞ്ഞാൽ √1 ആണ്, -1 അതും √1 ആണ്. ശരിയല്ലേ? ഈ വാല്യൂ ഇസ് ഈക്വൽ ടു 2 - 1 ദാറ്റ് ഇസ് ഈക്വൽ ടു 1 എന്ന് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഈ കാര്യം പഠിച്ചു വെക്കണം. യെസ്. സിമിലർ ട്രയാങ്കിൾസിലേക്ക് വരുമ്പോൾ എപ്പോഴൊക്കെയാണ് ട്രയാങ്കിൾസ് സിമിലർ ആവുക? SSS, SAS, AAA. നമുക്ക് 3 ആംഗിൾ ഈക്വൽ ആകുമ്പോൾ, 3 സൈഡും റേഷ്യോ സെയിം ആകുമ്പോൾ, 2 സൈഡിന്റെ റേഷ്യോ സെയിം ആവുകയും അതേപോലെ നടുവിലുള്ള ആംഗിൾ സെയിം ആവുകയും ചെയ്യുമ്പോൾ കൃത്യമായിട്ട്
കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. ഈ ഒരു ഐഡിയ കൃത്യമായിട്ട് തന്നെ എന്റെ മക്കൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, പിന്നെ ഇവിടെ ഒരു ട്രയാങ്കിൾ മറ്റൊരു ട്രയാങ്കിളുമായിട്ട് സിമിലർ ആണെങ്കിൽ, സദൃശ്യ ത്രികോണങ്ങളാണെങ്കിൽ ഓർത്ത് വെക്കേണ്ട കാര്യം മക്കളെ, സൈഡും സൈഡ്, പെരിമീറ്റർ, ഹൈറ്റ്, അതായത് ഉയരം, ചുറ്റളവ്, വശം, ഇത് മൂന്നും ഒരേ അംശബന്ധത്തിലാണ്. ആ അംശബന്ധം A:B ആണെങ്കിൽ ഏരിയ, പരപ്പളവ് തമ്മിലുള്ള അംശബന്ധം എന്ന് പറയുന്നത് A²:B² ആണ്. അതും ഓർത്ത് വെക്കാം. ഇനി മക്കളെ ഏഴാമത്തെ ചാപ്റ്ററിലേക്ക് വരുമ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് x-y എന്ന് പറയുന്നത് മൈനസ് ഓഫ് y-x ആണ്. x-y എന്ന് പറയുന്നത് മൈനസ് ഓഫ് y-x ആണ്. അതേപോലെ -x-y, കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ പഠിച്ചു വെക്കുക. മൈനസ് ഓഫ് x+y, ഒന്നുമില്ല, രണ്ടിന്റെ മുന്നിലും മൈനസ് ആണെങ്കിൽ നമ്പേഴ്സ് കൂട്ടുക, മുന്നിൽ മൈനസ് ഇട്ട് കൊടുക്കുക. പിന്നെ ആദ്യം മൈനസ് പിന്നെ പ്ലസ് ആണെങ്കിൽ പ്ലസ് വരുന്നത് ആദ്യം എഴുതാം, മൈനസ് വരുന്നത് രണ്ടാമത് എഴുതാം. ഇനി എക്സ് പ്ലസ് മൈനസ്, പ്ലസും മൈനസും കൂടെ ഒരുമിച്ച് ഒന്ന് എന്താകും, മൈനസ് ആകും. മൈനസും മൈനസും ഒരുമിച്ച് ഒന്ന് എന്താകും, പ്ലസ് ആകും. ആ ഐഡിയ ഓർത്ത് വെക്കണം. ഓക്കെ, അതുപോലെ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഐഡിയ ആണ്, ഒന്നുമില്ല. പോസിറ്റീവും ഇൻറ്റു ചെയ്താൽ പോസിറ്റീവ്, പോസിറ്റീവും ഇൻറ്റു ചെയ്താൽ നെഗറ്റീവ്. അതായത് ഒന്ന് നെഗറ്റീവ് ഒന്ന് പോസിറ്റീവ്, അങ്ങനെ വരുമ്പോൾ എന്താണ്, നെഗറ്റീവ്. നോക്കിക്കോ, പോസിറ്റീവ് നെഗറ്റീവ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ നെഗറ്റീവ്. രണ്ടും നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവും മൾട്ടിപ്ലൈ ചെയ്താൽ പോസിറ്റീവ്. ഇതേപോലെ ഡിവൈഡ് ചെയ്യുമ്പോഴും രണ്ടും നെഗറ്റീവ് ആണ് തമ്മിൽ ഡിവൈഡ് ചെയ്യുന്നെങ്കിൽ അത് എന്തിന് ഈക്വൽ ആയിരിക്കും, പോസിറ്റീവ്. അതേപോലെ ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവ് ആണെങ്കിൽ നമുക്ക് ഡിവൈഡ് ചെയ്താൽ കിട്ടുക നെഗറ്റീവ് ആണ്. ഈ ഐഡിയ മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി. അത്രയേ ഉള്ളൂ നെഗറ്റീവ് നമ്പേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ. ഓക്കെ, പാരലൽ ലൈൻസ് ചാപ്റ്റർ 3 മക്കളെ എല്ലാവരും ശ്രദ്ധിച്ചോ. പാരലൽ ലൈൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്, നോക്കിക്കേ, ഇവിടെ DE പാരലൽ ടു BC ആണെങ്കിൽ, സമാന്തരമാണെങ്കിൽ ഈ റേഷ്യോ AD/DB എന്ന് പറയുന്നതും AE/EC എന്ന് പറയുന്നതും ഈക്വൽ ആയിരിക്കും. ഫസ്റ്റ് പോയിന്റ്. അതേസമയം AD/AB, ഓക്കെ, AD/AB എന്ന് പറയുന്നത് എന്തിന് ഈക്വലാ, AE/AC, അത് ഈക്വൽ ആയിരിക്കും. ആ ഒരു റേഷ്യോ പഠിച്ചു വെക്കുക. പിന്നെ പാരലൽ ലൈനുകളാണ് ഈ മൂന്നെണ്ണം. ഹൊറിസോണ്ടൽ ആയിട്ടുള്ള വിലങ്ങനെയുള്ള ലൈൻസ് ഒക്കെ പാരലൽ ആണെങ്കിൽ നമുക്കറിയാം ഈ റേഷ്യോ സെയിം ആണ്. എന്നുള്ള കാര്യം പാരലൽ ലൈൻസിൽ നമ്മൾ പഠിക്കുന്നതാണ്. പിന്നെ ഇത് മിഡ് പോയിന്റ് ആണെങ്കിൽ നിങ്ങൾക്കറിയാം, ഇത് 10 ആണെങ്കിൽ അതിന്റെ പകുതിയാണ് ഇത് 5 സെന്റിമീറ്റർ. അത് മാത്രമല്ല ഈ ലൈനിന് പാരലൽ ആണ്. പഠിച്ചിട്ടുള്ള കാര്യമാണ്. പിന്നെ ഇത് മിഡ് പോയിന്റ്സ് ആണെങ്കിൽ മക്കളെ നിങ്ങളോട് പറയാണ്, വലിയ ട്രയാങ്കിളിന്റെ ഏരിയ 100 ആണെങ്കിൽ ചെറിയ ട്രയാങ്കിളിന്റെ ഒക്കെ ഏരിയ സെയിം ആണ്. എത്രയാ, 100നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 25. ചിലപ്പോ നിങ്ങളോട് എക്സാമിന് ഈ കാണുന്ന പാരലലോഗ്രാമിന്റെ ഏരിയ ചോദിക്കും. അപ്പൊ 2 ട്രയാങ്കിൾ ആണ് ഇതിനുള്ളിലുള്ളത്, ശരിയല്ലേ, 2 ട്രയാങ്കിൾ. അപ്പൊ 25 കൂടെ കൂട്ടിയാൽ 50. ഓക്കെ, പിന്നെ ഒരു കാര്യം കൂടെ, ഇവിടെയുള്ള ചെറുതിന്റെ പെരിമീറ്റർ ആണ് ചോദിക്കുന്നതെങ്കിൽ വലുതിന്റെ പെരിമീറ്ററിന്റെ പകുതിയാണ്. ഓക്കെ, ചെറുതിന്റെ ചുറ്റളവ് വലുതിന്റെ പകുതിയാണ് എന്ന പോയിന്റ് കൂടെ ഓർത്ത് വെക്കണം. എന്താണ് പരിവൃത്ത കേന്ദ്രം, എന്താണ് ലംബ കേന്ദ്രം, അത് പഠിച്ചിരിക്കണം. പരിവൃത്ത കേന്ദ്രം ആണെങ്കിൽ നമ്മൾ വരയ്ക്കുന്നത് എന്താടാ, ചിലപ്പോ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ഒക്കെ ചിലപ്പോൾ അവിടെ നിന്ന് കണക്ട് ചെയ്തിട്ട് ചോദിച്ചാൽ, അതുകൊണ്ടാണ് പറയുന്നത് മിഡ് പോയിന്റ്. ഒരു വശത്തിന്റെ ലംബ സമഭാജികൾ വരയ്ക്കുമ്പോൾ അത് കൂട്ടിമുട്ടുന്ന പോയിന്റ് ആണ് പരിവൃത്ത കേന്ദ്രം അഥവാ സർക്കം സെന്റർ. അതേസമയം ലംബ കേന്ദ്രം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഹൈറ്റുകൾ കൂട്ടിമുട്ടുന്ന പോയിന്റ്. ഹൈറ്റുകൾ വരയ്ക്കുമ്പോൾ ഓരോ സൈഡിൽ നിന്നും ഏതൊരു മൂലയിലേക്ക് ലംബം വരയ്ക്കുമ്പോൾ കൂട്ടിമുട്ടുന്ന പോയിന്റ്, അതാണ് ഓർത്തോ സെന്റർ. എന്താണ് പഠിച്ചിരിക്കണം. പിന്നെ നിങ്ങൾ ഏറ്റവും പ്രധാനമായിട്ട് പഠിച്ചിരിക്കേണ്ട കാര്യങ്ങളാണ് മീഡിയനും സെൻട്രോയിഡും. നിങ്ങൾക്കറിയാം മീഡിയൻ സെൻട്രോയിഡിനെ കട്ട് ചെയ്യുന്ന റേഷ്യോ 2:1 ആണ്, അതും പഠിച്ചിരിക്കണം. 2:1. ഇനി നമ്മുടെ ചാപ്റ്റർ 4ലേക്ക് വന്നാൽ ഈ ഐഡന്റിറ്റീസ്, ഈ 4 ഐഡന്റിറ്റീസ് നമ്മൾ ഇവിടെ പഠിച്ചതാ, ശരിക്കും 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സാധനമായിരുന്നു അല്ലേ. അപ്പൊ ഇത് നിങ്ങൾ പഠിച്ചിരിക്കണം. ടീച്ചർ സാർ അടിപൊളിയായിട്ട് നിങ്ങൾ പഠിപ്പിച്ച സാധനമാണ്. പിന്നെ റിമൈൻഡർ 1 when divided by 3, 3 കൊണ്ട് ഹരിക്കുമ്പോൾ 1 ശിഷ്ടം കിട്ടുന്ന, 1 മിച്ചം കിട്ടുന്ന സംഖ്യ എന്ന് പറഞ്ഞാൽ 3n+1.
2 മിച്ചം കിട്ടുന്ന സംഖ്യ 3n + 2. ആ കാര്യം അറിയാം. പിന്നെ ഒരു 2 ഡിജിറ്റ് നമ്പർ, ഒരു 2 ഡിജിറ്റ് നമ്പർ എന്നൊക്കെ പറയുകയാണെങ്കിൽ അതിന് നമ്മൾ എഴുതേണ്ടത് 10x + y. ഒരു 2 അക്ക സംഖ്യ എന്ന് പറഞ്ഞാൽ 10x + y. അത് മനസ്സിലാക്കണേ. പിന്നെ 8ാമത്തെ ചാപ്റ്ററും 11ാമത്തെ ചാപ്റ്ററും കണക്റ്റഡ് ചാപ്റ്റേഴ്സ് ആണ്. അതിൽ സർക്കിളിന്റെ ചുറ്റളവും അതേപോലെ ഏരിയയും പഠിക്കുക. ഇനി ആർക്ക് ലെങ്ത്, എടാ ഈ ആംഗിൾ x ആണെങ്കിൽ, സെന്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ x ആണെങ്കിൽ x/360 × 2πr, അതായത് മൊത്തം ചുറ്റളവിന്റെ x/360. 360 എങ്ങനെ വരുന്നത്? ഈ മൊത്തം ആംഗിൾ എന്ന് പറയുന്നത് 360 ആണ്. ഓക്കെ, ആ കാര്യം മനസ്സിലാക്കി വെക്കുക. ഇനി അടുത്ത പോയിന്റിലേക്ക് പോണേ. അപ്പോൾ നോക്കിക്കോ, ഈ കാണുന്ന ഭാഗത്തിനെയാണ് നമ്മൾ വൃത്താംശം അഥവാ സെക്ടർ എന്ന് പറയുന്നത്. എന്താ പറയാ? വൃത്താംശം അഥവാ സെക്ടർ. ഈ സെക്ടറിന്റെ ഏരിയ കാണണമെങ്കിൽ സർക്കിളിന്റെ ഏരിയ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാ? ഇതാണ് സർക്കിളിന്റെ ഏരിയ. അതിന് x/360 ഉണ്ട്. x/360 × πr². പിന്നെ ഈ ഭാഗത്തിന്റെ ഏരിയ എല്ലാരും ശ്രദ്ധിച്ചോ, ഇതിനെയാണ് നമ്മൾ സെഗ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, സെഗ്മെന്റ് അഥവാ വൃത്തഖണ്ഡം. വൃത്തഖണ്ഡത്തിന്റെ ഏരിയ നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, നമ്മൾ പഠിച്ച വൃത്താംശം അതായത് സെക്ടറിന്റെ ഏരിയ എന്ന് ആ കാണുന്ന ട്രയാങ്കിൾ ഉണ്ടല്ലോ, ഈ ട്രയാങ്കിളിന്റെ ഏരിയ കുറച്ചാൽ മതി. അതും പഠിച്ചു വെക്കാം. ഓക്കെ, ഇനി പോളിനോമിയൽ. 1ാം കൃതി ബഹുപദമാണെങ്കിൽ അതിന് നമ്മൾ എഴുതാം ax + b. 2ാമത്തേതാണെങ്കിൽ നമുക്ക് എക്സിന്റെ മുകളിൽ 2, സോ a² + bx + c. 3ാം കൃതി ആണെങ്കിൽ എക്സിന്റെ മുകളിൽ ഏറ്റവും വലിയ നമ്പർ 3. ഓക്കെ, ഈ കാര്യം പഠിച്ചു വെക്കുക. ഈ പോളിനോമിയൽ ആണെങ്കിൽ എക്സ് എവിടെ വരാൻ പാടില്ല? ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇപ്പൊ x + 1/x പോളിനോമിയൽ ആണോ? അല്ല, എക്സ് താഴെ വരാൻ പാടില്ല. പിന്നെ x + √x എന്തല്ല? p of x പോളിനോമിയൽ അല്ല, പോളിനോമിയൽ അഥവാ ബഹുപദം അല്ല എന്ന് മനസ്സിലാക്കുക. റൂട്ടിന്റെ ഉള്ളിൽ വരാൻ പാടില്ല. ഓക്കെ ആണല്ലോ? മനസ്സിലാക്കി വെക്കണം. അടുത്തതായിട്ട് ഇതിന്റെ സൈഡ് എക്സും വൈയും ആണെങ്കിൽ റെക്ടാങ്കിളിന്റെ സൈഡ്സ്, അപ്പൊ ഏരിയ a of x എന്ന് പറയുന്നത് എന്ത് ഈക്വൽ ആയിരിക്കും? a of y ക്ക് ഈക്വൽ ആയിരിക്കും. കണ്ടീഷൻ എത്രയേ ഉള്ളൂ? എക്സും വൈയും കൂടെ കൂട്ടിയാൽ എന്തായിരിക്കണം? പെരിമീറ്ററിന്റെ പകുതി ആയിരിക്കണം. എക്സും വൈയും കൂടെ കൂട്ടിയാൽ പെരിമീറ്ററിന്റെ പകുതി ആയിരിക്കണം. അതേപോലെ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ്, ലെങ്ത്തും ബ്രെഡ്ത്തും കൂട്ടിയാൽ എന്താണ്? പെരിമീറ്ററിന്റെ പകുതി, ചുറ്റളവിന്റെ പകുതി. സോ ലെങ്ത് x ആണെങ്കിൽ ബ്രെഡ്ത്ത് കാണണമെങ്കിൽ ഇപ്പൊ ചുറ്റളവ് 100 ആണെങ്കിൽ എന്റെ മക്കളോട് ഞാൻ പറയാണ്, ലെങ്ത് x ആണെങ്കിൽ മക്കൾക്ക് ബ്രെഡ്ത്ത് കാണാൻ എന്ത് ചെയ്താൽ മതി? 100ന്റെ പകുതി 50, 50ന്ന് x കുറയ്ക്കുക. ഓക്കെ, 50ന്ന് x കുറയ്ക്കുക. ലാസ്റ്റ് ആയിട്ട് നമ്മുടെ റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ x y 2 നമ്പേഴ്സ് ആണെങ്കിൽ മിഡ് പോയിന്റ് കാണാൻ, 2 നമ്പേഴ്സിന്റെ മിഡ് പോയിന്റ് കാണാൻ കൂട്ടുക, പകുതി എടുക്കുക. അതാണ് x + y/2. പിന്നെ അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് കാണാൻ mod of x - y, അതായത് അബ്സല്യൂട്ട് വാല്യൂ. ഇതിനാണ് നമ്മൾ അബ്സല്യൂട്ട് വാല്യൂ എന്ന് പറയുന്നത്. കേവലമില്ല. ഓക്കെ, ഇനി മോഡ് x എന്താണെന്ന് നിങ്ങൾ പഠിച്ചിരിക്കണം. ഓക്കെ മക്കളെ, മോഡ് -3 എന്ന് പറഞ്ഞാൽ എന്താണ്? 3 ആണ്. ഈ ഒരു ഐഡിയ മതി. പിന്നെ മോഡ് ഓഫ് x² മോഡ് എക്സിന്റെ സ്ക്വയറും സെയിം ആണ്, പഠിച്ചു വെച്ചോ. അതേപോലെ മോഡ് x എന്ന് പറയുന്നത് മോഡ് -x എന്ന് പറയുന്നത് സെയിം ആണ്. അതായത് മോഡ് 3 എന്ന് പറയുന്നതും മോഡ് -3 എന്ന് പറയുന്നതും സെയിം ആണ്. ഓക്കെ, അപ്പൊ മോഡ് x ആവണമെങ്കിൽ x എന്തായിരിക്കണം? ഒരു അതിസംഖ്യ അഥവാ പോസിറ്റീവ് നമ്പറിനെയാണ് നമ്മൾ x > 0. ഓക്കെ ആണല്ലോ? ഇനി x 0 ആകുമ്പോൾ p of x മോഡ് x 0. x 0 ആകുമ്പോൾ മോഡ് x 0. പിന്നെ x നെഗറ്റീവ് ആകുമ്പോൾ -x. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നാളത്തെ എക്സാമിന് നിങ്ങൾ പഠിച്ചു എന്നുള്ള കാര്യം ഉറപ്പിക്കേണ്ടത്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. നമുക്ക് വീണ്ടും കാണാം. കൃത്യം 7 മണിക്ക് നമ്മുടെ മെഗാ മാരത്തോൺ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. നാളെ കൃത്യം 6 മണിക്ക്, രാവിലെ 6 മണിക്ക് നമുക്ക് എന്തുണ്ട്? ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഉണ്ട്. സോ നാളത്തെ എക്സാം എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും സിമ്പിൾ ആയിരിക്കും. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ഇഷ്ടമുള്ള ഒരു ഫീഡ്ബാക്ക് കമന്റ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങൾ എല്ലാ 9ാം ക്ലാസ് പഠിക്കുന്ന ഫ്രണ്ട്സിനും അയച്ചു കൊടുക്കുക. നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.